ആവേശം എന്ന് പറയുന്ന മൂവിക്കകത്ത് ആ ഒരു ക്യാരക്ടർ എല്ലാവരും ഇഷ്ടപ്പെട്ട് അപ്പം നമ്മളൊരു മൂവി ചെയ്ത് അതിലെ ക്യാരക്ടർ ഒരുപാട് ശ്രദ്ധ പറ്റുമ്പം അതേപോലെ തന്നെയുള്ള ക്യാരക്ടേഴ്സ് വരിക എന്നുള്ളത് സാധാരണയാണ് അതെ ടൈപ്പ് കാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള റോളുകൾ അങ്ങനെയുള്ള റോൾസ് അത് തന്നെ കഴിഞ്ഞിട്ട് കഥകൾ ഞാൻ കേട്ടായിരുന്നു. ആ അതിന് വളരെ കുറവാണ് ആ മോഡൽ റോൾസുകൾ, വളരെ കുറവാണ്. ബാക്കിയൊക്കെ എന്താ പറയുക, ഹൊറർ കോമഡി അല്ലെങ്കിൽ കോമഡി ആയിട്ടുള്ള പരിപാടികളാണ് ഓക്കെ ബാക്കി വന്നിട്ടുള്ളത്. സന്തോഷം. കാരണം എനിക്ക് ഏറ്റവും കംഫർട്ട് കോമഡിയാണ് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഏറ്റവും ഈസി ചെയ്യാൻ വില്ലൻ ക്യാരക്ടറാണ് ഏറ്റവും ഈസി. ഒരു ടെറർ സാധനം പിടിക്കാൻ അത് ഈസിയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുന്ന. നവീനുണ്ട്, നവീൻ ബ്രോ ഉണ്ട്, നമ്മുടെ നസ്ലേത്തൻ അനിയൻ. പുള്ളി എൻ്റെ കൂടെ നിന്നിട്ടാണ് അന്ന് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരാം. ആ സമയത്ത് നവീൻ ബ്രോ എൻ്റെ കൂടെ നിന്ന് ഓരോന്ന് പറഞ്ഞു തന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്താ ചെയ്യണോ, എന്തെങ്കിലും പരിപാടി പിടിക്കണോ, ടെററാവുന്ന രീതിയിൽ പറ്റുമോ, പിടിക്കണോ എന്നുള്ള രീതിയിൽ നിന്ന സമയത്ത് പുള്ളി വന്ന് ഇങ്ങനെ നീ വെറുതെ നിന്നാൽ മതി, ടെററായിക്കോളും എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് ഒക്കെ തന്ന് പിന്നെ ചെയ്ത് വന്നപ്പോഴാണ് ഒക്കെ കറക്റ്റ് ഓരോ ദിവസം കഴിയുമ്പോഴും ആൾക്കാർ പറയുന്നതും കൊള്ളാമെന്നൊക്കെ പറയുമ്പോഴും ഉള്ളൊരു എക്സ്പെക്ടേഷൻ. ഫസ്റ്റ് ടൈം തന്നെ ഫസ്റ്റ് ഷൂട്ട് എൻ്റെ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കൊള്ളാം, നമുക്ക് നല്ല ഭാവിയുണ്ട്. അങ്ങനെ ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് നമ്മുടെ ഫേസിലുണ്ടാവും. ആ സമയത്ത് കണ്ണിന് ആ സാധനം കാണിക്കും. ഫസ്റ്റ് ആ സംഭവം അവിടെ സീനിയേഴ്സാണ് എന്നുള്ള ഡയലോഗിന് കണ്ണിന് നേശം ഇങ്ങനെ കനങ്ങി നേശം നാണത്തോടു കൂടിയുള്ള പോവാം എന്ന് പറഞ്ഞിട്ടുള്ള പോക്കും തിരിഞ്ഞു നോട്ടം, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട്. അതാ ഫസ്റ്റ് എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇവനെ കൊണ്ട് അടുത്തത് ഈസി ആയിട്ട് ചെയ്യിപ്പിക്കാം, അതെ ആ ഒരു ഇതുണ്ട്, അത് ഒരു സാധനമുണ്ട് എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കഴിവുകൾ എന്തൊക്കെയാന്ന്. ഇത്രയൊക്കെ നോക്കിയാൽ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സാധനം അല്ലേ. ഈ കോമഡി ക്യാരക്ടർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അപ്പം ഇങ്ങനെയുള്ള ക്യാരക്ടറാണെങ്കിൽ തന്നെ ഇപ്പോൾ കോമഡി ചെയ്യുന്ന സമയത്ത് അത് വേറൊരു ട്രാക്ക് പരിപാടിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് വന്നപ്പോൾ ആ ഒരു മാറ്റം ശരിക്കും ഫീൽ ചെയ്തില്ലേ? ഭയങ്കര ഒരു നന്നായിട്ട് ഫീൽ ചെയ്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരാനായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുക, ഒരുങ്ങി നിൽക്കാന്ന് പറയുന്നത് ആ ക്യാരക്ടറിനുള്ളിൽ ആവാഹിക്കുക എന്നുള്ള പരിപാടി അതാണല്ലോ നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനോട് സംസാരിക്കാതെയും പിന്നെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുക, ബാംഗ്ലൂരിൽ കൂടെ ഒറ്റയ്ക്ക് നടക്കുക, അതിനോട് സംസാരിക്കാൻ ആ ഒരു മൂഡ് പിടിച്ച് നടക്കുക, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പടത്തിൻ്റെ ഷൂട്ടിന് മുന്നേ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രസമായിരുന്നു അന്നത്തെ ടൈം. അപ്പം അതിന് മുമ്പ് ഇപ്പോൾ ആവേശം സിനിമ ചെയ്യുന്നതിന് മുമ്പ് അപ്പോഴും തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് അറിയാം, ഒരുപാട് ആൾക്കാർക്ക് ഒരു എന്തായാലും വീഡിയോ കാണുന്നവരുണ്ടാവുമല്ലോ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആവേശം കഴിഞ്ഞപ്പോൾ ആ ഒരു ആവേശത്തോടുള്ളൊരു മാറ്റം ലൈഫിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഒരു 2-3 കാര്യം പറയാനാണെങ്കിൽ എന്തൊക്കെയായിരിക്കാം? 2-3 കാര്യം. ഒന്ന്, ആളുകളൊക്കെ എവിടെ പോയാലും ആവേശത്തിൻ്റെ ആക്ടിങ് കുട്ടി അതാ പോകുന്നു എന്ന് തിരിച്ചറിയുക. അതൊന്ന് ചെയ്ത ആളല്ലേ തിരിച്ചറിയുക. അങ്ങനെയുള്ള പരിപാടികൾ വേറെ ഒക്കെ ഞാൻ തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ പോലും കടയിൽ പോവുകയാണ്, ഇതിപ്പോൾ എൻ്റെ സ്ഥലമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് ഈ വസ്തു കറങ്ങാനും എനിക്കൊരു കുഴപ്പമില്ല. പുറത്തേക്ക് പോകുമ്പോഴാണ് പറഞ്ഞ പോലെ ആൾക്കാർ തിരിച്ചറിയുക, സംസാരിക്കുക. അത് ഹാപ്പിയാണ്. പിന്നെ പ്രൗഡ് മൂമെന്റ്സ് ആണ് അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ വേറൊന്നുമില്ല, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് ഇതിനോട് ഉണ്ടായിട്ടില്ല. പിന്നെ ദൈവം സഹായിച്ച് കഥകൾ വരുന്നുണ്ട്. അപ്പം നല്ല കഥകൾ കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള ടൈമും ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായും സന്തോഷം. പാർവതിക്ക് ഈ ഒരു അഭിനയം അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാൻസോ എന്തെങ്കിലും കലാപരമായിട്ടുള്ള എന്തെങ്കിലും? എഴുത്ത് അതാണല്ലോ കവിത എന്ന് പറഞ്ഞതല്ലേ. എഴുത്തിൻ്റെ ആശാൻ. എഴുത്ത് ഭയങ്കര ഇഷ്ടമാണല്ലേ. അതെ, ഏത് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മത്സരം അങ്ങനെ കവിതാ മത്സരം അതിനൊക്കെ തന്നെ ജില്ലാതലം സബ് ജില്ല അത് പിന്നെ അത് അപ്പോഴൊന്നും പോയിട്ടില്ല. അത് എഴുതാൻ ഇഷ്ടമായതുകൊണ്ട് അതിനെല്ലാം ചേരും. പിന്നീട് ഇങ്ങനെ ITയിൽ പോയപ്പോൾ
പിന്നെ അത് കയറി ക്ലിക്കായി. പിന്നെ ആ. എന്തുവാ IT ഇത് ഇന്റർ IT അല്ലേ, അപ്പൊ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ വരും. അങ്ങനെ പിന്നെ അതിന് ഇന്റർ കോളേജ് ഫെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എല്ലാ ജില്ലയിൽ നിന്നും ഉള്ള വന്നിട്ട് അതിവിടെ ചാക്കയിൽ വെച്ചിട്ടായിരുന്നു തിരുവനന്തപുരം. ശരി. അങ്ങനെ പോകും, അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൈഡ് ഉണ്ട്, അതിലാണല്ലോ ഞാൻ വീണത്. ആ ഇപ്പൊ അതെ അതെ അതെ, കുറെ കവിതകൾ എഴുതിയിട്ടും ഒക്കെ ഉണ്ടല്ലോ. അതില് ആ കവിതയിലല്ലാതെ വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത പാർവതിയുടെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അത് മിഥുൻ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാലും അത് പറയാൻ പറ്റുന്ന ഒരു വരികൾ പറയാൻ പറ്റുന്ന ഒരു അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഞാൻ പോസ്റ്റ് ഒന്നും ഇടാറില്ല. ഞാൻ എഴുതി എൻ്റെ നിന്ന് സൂക്ഷിച്ചു വെക്കും, അത്രേ അത്രേ ഉള്ളൂ. ഉള്ളൂ. ഓക്കെ. പിന്നെ അതെന്തോ കൊണ്ട് ഞാൻ ഇട്ടു, അത്രേ. ആണ്. മിഥുൻ പറയാറുണ്ടോ അങ്ങനെ? നമ്മളിപ്പോ സജഷൻസ് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, നീ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യുക. പോസ്റ്റുകളൊക്കെ എഴുതിയിട്ട് അതിന് കവറൊക്കെ ഇട്ട് നൈസായിട്ട് പോസ്റ്റ് ചെയ്യുക. അതെ അതെ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഈസിയാണല്ലോ എല്ലാ സോഷ്യൽ കാര്യങ്ങളും മീഡിയ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അതെ, പറയാ ആര് കേൾക്കാൻ. വലിയ ആ ഒരു തലത്തിലോട്ട് ഒരു അല്ലേ ഇങ്ങനെ ഇടണമെന്ന് നമ്മൾ സെൽഫ് ഹാപ്പിനെസ്സിന് വേണ്ടി എഴുതുന്നു, വെക്കുന്നു. അല്ലാതെ ഒരു പോസ്റ്റ് ഇടണം എന്നുള്ളൊരു ആഗ്രഹങ്ങളൊന്നും അധികം വന്നിട്ടില്ല. ഇനി വേണം വരുത്താൻ. ഇനി വേണം വരുത്താൻ. ഈ ആവേശിലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, അതിൽ സ്മോക്ക് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെനിക്ക് തോന്നുന്നു അമ്മ എന്തോ കണ്ടിട്ട് ഇങ്ങനെ സംശയിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഞാൻ കേട്ടായിരുന്നു. അതെന്തൊരു സംഭവം? അതുള്ളതാ. ഞാന് സ്മോക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതിന് ഈ ക്യാരക്ടർ വെച്ച് കഴിഞ്ഞാൽ വില്ലൻ ക്യാരക്ടർ എന്ന് പറയുമ്പോ അവനെ ധൈര്യം, അവന്റെ സാറ്റ്നസ് എന്ന് പറയുമ്പോ സ്മോക്കിംഗ് ആണല്ലോ മെയിനായിട്ട്, ആറ്റിറ്റ്യൂഡൊക്കെ. അപ്പൊ ആ സംഭവം ഇത് വേണ്ടി വരും, എന്തായാലും വേണ്ടി വരും. അപ്പൊ ഞാൻ വിളിച്ചു നോക്കി, ഓക്കെ കംഫർട്ടാണ്, കുഴപ്പമില്ല എന്നുള്ള ഞാൻ മരിച്ചപ്പോ അമ്മ, എടാ നീ മരിക്കാറുണ്ടോ മുന്നൊക്കെ കറക്റ്റായിട്ട് മരിച്ചോണ്ട് വിടണ്ട പോകാന്ന്. പണത്തിന് വേണ്ടി. അങ്ങനെ തന്നെ ഇവരുടെ ഞാൻ പറഞ്ഞത്, എന്ത് പണത്തിന് വേണ്ടി നമ്മളെന്തും ചെയ്യണല്ലോ. ആദ്യമേ അങ്ങ് പറഞ്ഞു വെച്ചാ പിന്നെ കുഴപ്പമില്ല. പിന്നെ തൊട്ട് കഴിഞ്ഞാൽ കയ്യാ വെട്ടും എന്നും പറഞ്ഞു. അതല്ലേ. അങ്ങനെ എന്തെങ്കിലും പാർവതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇപ്പം ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അങ്ങനെ ഉണ്ട്, അല്ല അത് ചെയ്യരുതെന്നോ അല്ലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചെയ്യരുതെന്നും അല്ലാത്തത് ചെയ്യരുത് എന്നുള്ള പരിപാടിയാണ് പുള്ളി പറയാറ് എപ്പോഴും. അത് നോർമലി എല്ലാവരും പറയുന്ന കണക്ക് പറയും. സംഭവം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ അതിന് അവിടെ വെച്ച് വരിക എന്നുള്ള പരിപാടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിരുന്ന പരിപാടി. അപ്പോൾ അവിടെ വന്നിട്ട് അവിടുത്തെ ഓണർ ആന വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പറയാണ്, നീ ആവേശത്തിൻ്റെ വില്ലൻ കുട്ടിയല്ലേ, നിങ്ങളുടെ പടം കണ്ടിട്ടാണ് ഇവിടെ കുറേ പേര് കഞ്ചാവ് അടിക്കുന്നതും ആൾക്കാരെ കുത്തുന്നതും റാഗ് ചെയ്യുന്നതും. അന്ന് ടൈമിന് റാഗ് ചെയ്തിട്ട് ഒരു കുട്ടി മരിച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ടൈമിന് അങ്ങനെ റാഗിങ് ഒക്കെ വന്നിട്ട് കുട്ടികളിപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് നിങ്ങളെ കണ്ടിട്ടാണ്. അപ്പം നല്ല പൊന്നു ചേട്ടാ, ഞാൻ പടത്തിന് അഭിനയിച്ചിട്ടുള്ളൂ, ഞാൻ പാവമാണ്, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ എന്നുള്ള രീതിയിൽ ഞാനും സംസാരിച്ച്.